ഇന്ന് പലരെയും സംബന്ധിച്ചിടത്തോളം പറഞ്ഞതിന്റെ പേരിലാ മനോവേദന, അല്ലേ? ഉണ്ടാക്കി പറഞ്ഞതിന്റെ പേരിലും, കൊള്ളിച്ചു പറഞ്ഞതിന്റെ പേരിലും, പരദൂഷണം പറഞ്ഞതിന്റെ പേരിലും എത്ര മനസ്സുകളാ മനുഷ്യരെ നമ്മൾ കാരണം കരഞ്ഞോണ്ടിരിക്കുന്നതെന്നറിയോ? ഇതൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാകും. നമ്മൾ എന്നോ പറഞ്ഞൊരു സൂചനയായിരിക്കും, ഒരു അപവാദമായിരിക്കും. ഇന്നും ആ കുടുംബത്തിൽ അവർക്കൊരു തീരാ സങ്കടമായിട്ട് മനസ്സ് കൊണ്ടടക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ കാണുമ്പോൾ അയാൾ മനസ്സ് വെറുത്തു പോകുന്നുണ്ടെങ്കിൽ, അതിന്റെ പേരിൽ നമ്മളെ മുന്നിലേക്ക് വരാൻ പോലും അയാൾ മടിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊള്ളുക. പറഞ്ഞതും ചെയ്തു വെച്ചതും മറച്ചു വെച്ചതും ആരും അറിയില്ല, അറിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ചിന്തിച്ചു കൂട്ടിയതുമൊക്കെ നാളെ പടച്ച റബ്ബിന്റെ മുൻപിൽ അള്ളാഹു നമുക്ക് മുൻപിൽ കാണിച്ചു തരുമ്പോ അതിന്റെ പേരിൽ മനസ്സ് വേദനിച്ച ഒരാളെങ്കിലും ആഖിറത്തിൽ അള്ളാന്റെ മുൻപിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളെ പ്രാർത്ഥന ദുനിയാവിലുള്ളത് മാത്രമല്ല, നമ്മൾ ചെയ്ത നന്മകൾ പോലും ആഖിറത്തിൽ പടച്ചോൻ പരിഗണിക്കാതിരിക്കുന്ന